നിങ്ങൾ അറിഞ്ഞില്ലേ എന്താ സംഭവം? സ്ഫോടനം, ബോംബ് സ്ഫോടനമില്ല, പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനം. വിധി എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. അത്രയും സങ്കടകരമായ വാർത്തയാണ് കേട്ടത്. നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഒരു വാർത്ത അറിഞ്ഞു, വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്, ഇതിപ്പോൾ കേരളത്തിലും പല പ്രാവശ്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ഭീകരമായ ഒരു അവസ്ഥ, തീ പിടിച്ചു, അല്ലെ വെയിലിൻ്റെ ചൂട് കൊണ്ട് തീ പിടിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള മനുഷ്യർ, ആ അവസ്ഥ, ആ വെപ്രാളം സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുക എന്ന് പറയുമ്പോൾ, രക്ഷപ്പെടാനുള്ള ഒരു സമയം പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഭയാനകമായ ഒരവസ്ഥയാണത്. ആലോചിച്ച് നോക്കല്ലേ. അതിന് തൊട്ട് മുന്നേ വരെ കളിച്ച് ചിരിച്ച് പാട്ട് പാടി അല്ലേ പടക്ക നിർമ്മാണശാലയിൽ ജോലി ചെയ്യുകയായിരുന്നു എല്ലാവരും. ആ സമയത്ത് ആണ് ഈ ഒരു വിധി അവരുടെ അടുത്തേക്ക് വന്നത്, നമ്മളെല്ലാവരും അറിഞ്ഞത്. വലിയ വേദന അനുഭവപ്പെടുന്ന ഒരു വാർത്ത. ഈ കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത്. എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഈ പടക്കങ്ങൾ, ഈ വലിയ ശബ്ദത്തോടെയുള്ള പടക്കങ്ങൾ നിർമ്മാണങ്ങൾ നിർത്തലാക്കണം. അതിന് പകരം മുകളിലേക്ക് പോകുന്ന, ആകാശത്തിൽ നിന്ന് ചിന്നിച്ചിതറുന്ന വർണ്ണശബളമായ പടക്കങ്ങളാണ് വേണ്ടത്. ഇതുപോലുള്ള ഗുണ്ട് പോലുള്ള വലിയ ശബ്ദ ഉഗ്രസ്ഫോടനം നടക്കുന്ന പടക്കങ്ങൾ നിരോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊക്കെയാണ് അവസ്ഥകൾ. നൂൽപ്പാലത്തിൽ കൂടിയുള്ള ജോലികളാണ് ഇതൊക്കെ. അപ്പം എന്താ പറയേണ്ടത്? സംഭവിച്ച് അവർക്ക് അതാണ് വിധി. കൂടുതലെന്താ നമ്മൾ പറയേണ്ടത്? നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്, നിങ്ങളും ഞാനും വാർത്തകൾ കാണുന്നതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു അവസ്ഥ ഭയാനകം തന്നെയാണ്, പറയേണ്ടതില്ല അല്ലേ? വളരെ ദുഃഖമായ കാര്യങ്ങൾ ഓരോ ദിവസവും നമുക്ക് കേരളത്തിൽ നടക്കുന്നുണ്ട്. പല 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 പ്രശ്നങ്ങളുമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വേന മറിഞ്ഞിട്ട് അതിന് ശേഷം ഉറങ്ങാൻ കിടന്ന കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റു. അതിലൊരു കുട്ടി മരിച്ച്, ഒരു കുട്ടി ഗുരുതരാവസ്ഥയിൽ തുടങ്ങി. അപ്പോൾ അടിക്കടി ഇങ്ങനെ കേരളത്തിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതുകൂടാതെ മറ്റ് പല പ്രശ്നങ്ങൾ, റോഡിലടി, വീട്ടുകാർ തമ്മിലടി, അങ്ങനെ എന്താ വേണ്ടേ, മനുഷ്യൻ എന്തിനോ വേണ്ടി കിടക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ മത്സരിച്ച് ജീവിക്കുവാണ്. മത്സരം, ഞാനെന്ന ഭാവം വെച്ച് എല്ലാം എനിക്ക് നേടണം, എൻ്റേതാണ് എന്നുള്ള ചിന്താഗതിയിൽ മനുഷ്യത്വം തീരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് എതിർഭാഗത്ത് നിൽക്കുന്നത് മനുഷ്യനാണ് എന്നുള്ള ഒരു ബോധമില്ലാതെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം, അവനവൻ്റെ സുഖത്തിന് വേണ്ടി മാത്രം മുന്നോട്ട് പോകുന്ന ഓരോ ജീവിതങ്ങളാണ് ഇന്നത്തെ തലമുറ. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഒന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനാവൂ, ക്ഷമ, ഞാനടക്കം ക്ഷമ കണ്ടെത്തും. ആ ക്ഷമയാണ് എല്ലാവരും കണ്ടെത്തേണ്ടത്, ഞാനടക്കം. ഇന്നത്തെ കാലത്ത് ഓരോ ദിവസവും കഴിയും തോറും വെയിലിൻ്റെ ചൂട് കൂടിക്കൂടി വരുന്നു. അപ്പം ഈ അപകടത്തെക്കുറിച്ച് പറയുമ്പം വെയിലിൻ്റെ ചൂട് കാരണമായിരിക്കും തീ പടർന്നത് എന്നാണ്. പക്ഷെ അന്വേഷണം ഉണ്ടാകും, അന്വേഷിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. സംഭവിച്ചെല്ലാം നല്ലതിന് തന്നെ, അവർക്ക് അത്രമാത്രമേ വിധി. ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ അപകടങ്ങളും വരുമ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇനി ഇങ്ങനെയൊന്നും കാണരുതേ, ഒരു അപകടങ്ങളും നമ്മളെ കൺമുമ്പിൽ കാണരുതേ, ആർക്കും ഒന്നും സംഭവിക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കാറ്. പക്ഷേ
വിധി കാലം കാത്തുവച്ച വിധി പോലെ ഓരോന്നായിട്ട് പുറത്തു വരുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ലതിന് വേണ്ടി ചിന്തിക്കുക, നല്ലത് മാത്രം വരാൻ വേണ്ടി ചിന്തിക്കുക. ഇവിടെ ആരും കൊണ്ടുവരുന്നില്ല, ഇനി കൊണ്ടുപോകുന്നില്ല. വെറുതെ ഒരു താൽക്കാലികമായ ഒരു യാത്രയാണ് ജീവിതം. അപ്പോൾ എല്ലാവർക്കും ബൈ.